കർത്താവായ യേശുക്രിസ്തുവിലെ ഏറ്റവും ബഹുമാന്യരായ വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കർത്താവിൽ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളുടെ കൂട്ടത്തിൽ ഒരിക്കൽ കൂടെ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് വിശുദ്ധമായ ഈ ദൈവാലയാഭിത്തികൾക്കകത്ത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ മാധുര്യമേറിയ തിരുവചനങ്ങളെ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുവാൻ, പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല സന്ദർഭത്തിനായി നല്ലവനായ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിൽ വിനയത്തോടെ കർത്താവിൻ്റെ വിലയേറിയ വചനത്തിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ കൺവെൻഷൻ്റെ പ്രാരംഭ ദിനമാണ്. ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വന്നവർ അവരവർക്ക് സൗകര്യപ്രദമായ ഇടങ്ങളിൽ ഇരുന്നു. ഇടയിൽ കുറേയധികം കസേരകൾ ഒഴിഞ്ഞു കിടന്നിരുന്നു. പിന്നെ വന്നവർ തിക്കിത്തിരക്കിയും തള്ളിക്കയറിയും ഒക്കെ അവിടങ്ങൾ ഫില്ലാക്കിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവർ, ഇനിയും ചില കസേരകൾ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നു. ആളുകൾ നിൽക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ച് വർത്തിക്കുന്നത് നല്ലതാണ്. ഇനി ആരും എഴുന്നേറ്റ് പോകണ്ട. അച്ഛൻ പ്രസംഗിക്കാൻ ആരംഭിച്ചാൽ അവസാനിക്കുന്നത് വരെ ഇടവേള ഉണ്ടായിരിക്കില്ല. ഇടയിലൂടെ ആരും എഴുന്നേറ്റ് നടന്ന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. 2, നിങ്ങളുടെ കയ്യിൽ സെൽഫോൺ ഉണ്ടായിരിക്കും. ഈ കാലഘട്ടത്തിൽ ഒരു ഫോണില്ലാത്തവർ കാണാനിടയില്ല. ദയവ് ചെയ്ത് നിങ്ങളത് സ്വിച്ച് ഓഫ് ചെയ്ത് സഹകരിക്കണം. ഇവിടെ ഇരുന്നു കൊണ്ട് ഫോണിലൂടെ ബിസിനസ് നടത്താനായിട്ട് ആരും ശ്രമിക്കരുത്. അങ്ങനെ നിർബന്ധമുള്ളവർ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുറേ കൂടി ലാഘവപ്പെട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും ആധുനിക സമൂഹത്തിലെ ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു അബദ്ധമൊന്ന് ചിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് ഒന്ന് ആനന്ദിക്കുവാൻ, ഉള്ളു തുറന്നൊന്ന് ചിരിക്കാൻ സന്ദർഭം തന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകുകയാണ്. എന്ന് വെച്ച് ഞാനിവിടെ ഒരു മിമിക്സ് പരേഡ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. വചന ശുശ്രൂഷ തന്നെയാണ് നടത്താൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇന്ന് 2008 ആണ്ടിലെ തിരുവനന്തപുരം കൺവെൻഷൻ്റെ പ്രാരംഭ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്താണ് നമ്മളോട് കൽപ്പിക്കുന്നത് എന്ന് കാതോർക്കാം. വിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 16-ാം അധ്യായത്തിലെ 13ഉം 14ഉം തിരുവചനങ്ങൾ ഇന്നത്തെ പഠനത്തിനായി വേർതിരിക്കുകയാണ്. 1-ാം കൊരിന്ത്യ ലേഖനം 16-ാം അധ്യായം 13, 14 തിരുവചനങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ തന്നെ ചെയ്യുവീൻ. നമുക്ക് നമ്മുടെ തലങ്ങളെ ദൈവസന്നിധിയിൽ നമിക്കാം. ബാഹ്യ നയനങ്ങളെ അടയ്ക്കാം. ഉൾക്കണ്ണുകളെ തുറക്കാം. വാഗ്ദത്തം പോലെ എഴുന്നള്ളി നിൽക്കുന്ന പരമപരിശുദ്ധനായ പൊന്നുതമ്പുരാന്റെ തിരുമുഖത്തേക്ക് ശ്രദ്ധയോടെ ഉൾക്കണ്ണു തുറന്ന് നോക്കാം. കരുണകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ രാജാവേ, ഈ മനോഹര സമയത്തിനായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാണപ്രിയനായ ദൈവമേ, പാദപീഠത്തിൽ ഒത്തുചേരുവാൻ ഒരിക്കൽ കൂടെ സന്ദർഭം തന്നല്ലോ, നിനക്ക് സ്തുതി. ഇന്ന് രാത്രികാലം പഠിക്കുവാൻ തിരുവചനത്തിൽ നിന്ന് വായിക്കപ്പെട്ട വേദഭാഗത്തെ വാഴ്ത്തപ്പെട്ട തൃക്കരങ്ങളിൽ വച്ചു തരുന്നു. വാഴ്ത്തി നുറുക്കി വിളമ്പേണമേ. നിന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വിശപ്പോടും ദാഹത്തോടും കൂടെയാണ് കർത്താവേ. അത് അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, പിന്നെയോ ദൈവവചനത്തിനായിട്ടുള്ള വിശപ്പും ദാഹവും തന്നെ. നിന്റെ ജനത്തെ തൃപ്തിപ്പെടുത്തി അയക്കണം കർത്താവേ. ഇന്നിവിടെ വന്നവരാരും വന്നതുപോലെ മടങ്ങരുതേ. ഇരിക്കുന്നവരാരും ഇരുന്നത് പോലെ എഴുന്നേൽക്കരുതേ. ഇവിടെ വന്നിട്ടുള്ളവരാരും വന്ന വഴിയിലൂടെ, അർത്ഥാൽ പാപ വഴിയിലൂടെ മടങ്ങരുതേ. എല്ലാ ഉള്ളങ്ങളോടും ആഴമായി, തീക്ഷ്ണമായി, തീവ്രമായി, ശക്തമായി കർത്താവെ അവിടുന്ന് വാദിക്കണമേ. ഞങ്ങളുടെ ഉള്ളങ്ങളെ അവിടുന്ന് തിരുത്തേണമേ. ഞങ്ങളോട് കൽപ്പിച്ച് സംസാരിക്കണമേ. വേണ്ടി വന്നാൽ ഞങ്ങളെ ശാസിക്കാൻ മടിക്കരുത് ദൈവമേ. ഞങ്ങൾക്ക് മുന്നറിയിപ്പുകൾ തരണമേ. ഞങ്ങൾക്ക് ലക്ഷ്യം കാണിക്കണമേ. ഞങ്ങൾക്ക് പോകേണ്ട വഴിയിലേക്ക് വിരൽ ചൂണ്ടി തരണമേ. ഞങ്ങളുടെ മുന്നിലുള്ള അപകടങ്ങളെ ബോധ്യപ്പെടുത്തി തരണമേ. നീ ഞങ്ങൾക്ക് പ്രകാശവും മൂടുവഴിക്ക് വിളക്കുമായിരിക്കണമേ. ദൈവമേ, ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്തിന് മുകളിൽ സ്വർഗം തുറന്നു വയ്ക്കണമേ. സ്വർഗദൂതന്മാർ ഊരിയ വാളുമായി ഞങ്ങളുടെ മധ്യ ഇറങ്ങണമേ, കയറണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പനിമഞ്ഞായി പെയ്യണമേ, കൊടുങ്കാറ്റായി വീശണമേ. വചനം ഇവിടെ തീ
തീമഴ പോലെ കത്തിയിറങ്ങണം ദൈവമേ, പെയ്തിറങ്ങണം ദൈവമേ. ഞങ്ങൾ ആത്മവിവശതയിലാകുവോളം അഭിഷേകം അയക്കണമേ. നിൽക്കുന്ന നിന്റെ ദാസനെ ശക്തീകരിക്കണമേ. അടിയന്റെ വ്യക്തിപരമായ പ്രയാസങ്ങളോ മാനസിക സംഘർഷങ്ങളോ ശരീരക്ലേശങ്ങളോ ഒന്നും ഇന്ന് അനുഗ്രഹമായിരിക്കും തടസ്സമാകരുതേ. നിന്റെ ദാസൻ ചെയ്തിട്ടുള്ള അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള സകല പാപങ്ങളും ദൈവമേ അടിയനോട് പൊറുക്കണമേ. ഈ ജനത്തെ അവിടെ നിന്ന് കടാക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, ആമുഖ സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്ത അഭിയുദ്ധ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വന്നുകൂടിയിട്ടുള്ള സന്യാസിനിമാർക്ക് വേണ്ടി, ജനസമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിന്റെ സംഘാടകർക്ക് വേണ്ടി, അധ്വാനം നടത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിരുനാമത്തിന്റെ മഹത്വത്തിനായി തീരുമാറാകണം. താഴ്ത്തി ഏൽപ്പിക്കുന്നു പൊന്നു ദൈവമേ. എല്ലാ മഹത്വവും കർത്താവിന്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളുടെ കൂട്ടമേ, നമ്മൾ ഇന്ന് വായിച്ചത് 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായത്തിലെ 13-14 തിരുവചനങ്ങളാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 5 കാര്യങ്ങളാണ്. 1, ഉണർന്നിരിപ്പീൻ. 2, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. 3, പുരുഷത്വം കാണിപ്പീൻ. 4, ശക്തിപ്പെടുവീൻ. 5, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ തന്നെ ചെയ്യുവീൻ. ഈ 5 കൂട്ടം കാര്യങ്ങളെ കുറിച്ച് വേദപണ്ഡിതന്മാരായ പിതാക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പഞ്ചശീലങ്ങളാണിവ എന്നാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പഞ്ചശീലങ്ങളെ കുറിച്ച് പഠിക്കുവാനാണ് ഇന്ന് കർത്താവ് നമ്മെ ഇവിടെ കൂട്ടി വരുത്തിയിട്ടുള്ളത്. ഈ ശീലങ്ങൾ ഒന്നൊന്നായി നമ്മൾ പഠിക്കാൻ ആരംഭിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 1ാമത്തെ ശീലം ഉണർന്നിരിപ്പീൻ എന്നുള്ളതാണ്. ദൈവവചനം ഒരിക്കലല്ല ഒരുപാട് വട്ടം ആവർത്തിച്ച് ദൈവമക്കളോട് പറയുന്നു, ദൈവമക്കളെ നിങ്ങൾ ഉണർന്നിരിപ്പീൻ. എന്തുകൊണ്ടാണ് ഇവിടെ ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞത്? ഉണർന്നിരിപ്പീൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഉറങ്ങാതിരിപ്പീൻ എന്നാണോ? പലരും നനച്ചിരിക്കുന്നത് ഉണർന്നിരിപ്പീൻ എന്ന വാക്കിന്റെ അർത്ഥം ഉറങ്ങാതിരിപ്പീൻ എന്നാണ് എന്നാണ്. അങ്ങനെ ഒരിക്കലൊരു ചെറുപ്പക്കാരൻ ഉറങ്ങാതിരുന്ന കഥ അച്ഛൻ അറിയാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മലയാളക്കരയില് ഒരു സംഭവം ഉണ്ടായി. ഒരു നമ്പൂതിരി ചെറുപ്പക്കാരൻ ഏതോ സാഹചര്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശ്വാസം സ്വീകരിച്ചു. വൈകാതെ അവൻ സഭയിൽ അംഗമായി ചേരുകയും ചെയ്തു. അവൻ സഭയിൽ അംഗമായി ചേർന്ന് 6 മാസം തികയുന്നതിന് മുമ്പ് സത്യവേദ പുസ്തകം മുഴുവനും 3 പ്രാവശ്യം വായിച്ചു തീർത്തു. ഇവിടെ ചിലരെ സത്യസഭയിൽ അംഗമായി ചേർന്നിട്ട് 60 വർഷമായി ഇതുവരെ സത്യവേദ പുസ്തകം ഒരു പ്രാവശ്യം പോലും വായിച്ചു തീർത്തിട്ടില്ലെന്ന സത്യം ഇവിടെ ഇരിക്കുന്ന പലർക്കും നന്നായിട്ട് അറിയാം. ഇവൻ സഭയിൽ അംഗമായി ചേർന്ന് 6 മാസത്തിനുള്ളിൽ സത്യവേദ പുസ്തകം മുഴുവനും 3 പ്രാവശ്യം വായിച്ചു തീർത്തു. ഉള്ളിൽ തട്ടിയതായ ചില ബോധ്യങ്ങളുടെ വെളിച്ചത്തിൽ പുതിയ നിയമം പിന്നെയും 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 ആവർത്തിച്ച് അവൻ വായിച്ചു കൊണ്ടിരുന്നു. വേദപുസ്തകം ഇങ്ങനെ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന്റെ ഉള്ളം വല്ലാതെ കലങ്ങാൻ തുടങ്ങി. വീണ്ടെടുപ്പുകാരനായ മശിഹ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്ന് മാനവകുലത്തിന് വേണ്ടി പരിത്രാണയാഗമായി തീർന്ന് പാപപരിഹാരം സാധിച്ചു തന്നിട്ട് മണവറി ഒരുക്കി മടങ്ങി വരാമെന്ന് വാക്കു പറഞ്ഞ് മഹോന്നതങ്ങളിലേക്ക് കരയേറിപ്പോയപ്പോൾ വാക്കു പറഞ്ഞു, ഞാൻ മടങ്ങി വരുമെന്ന്. പക്ഷെ വചനം വ്യക്തമായി സൂചിപ്പിക്കുന്നു, അവൻ വരുന്ന നാളും നാഴികയും നിങ്ങൾ അറിയായികയാൽ ഉണർന്നിരിപ്പീൻ. ഈ പാവപ്പെട്ട ചെറുപ്പക്കാരന് മനസ്സിലായത് കർത്താവ് ഏത് നിമിഷത്തിലും വരും. അവൻ വരുന്ന നാളും നാഴികയും നിങ്ങൾക്ക് അറിയായികയാൽ നിങ്ങൾ ഉണർന്നിരിപ്പീൻ എന്നാണല്ലോ വേദപുസ്തകം പറഞ്ഞത്. രാത്രിയിലോ പകലിലോ പ്രഭാതത്തിലോ പ്രദോഷത്തിലോ നട്ടുച്ചയ്ക്കോ പാതിരാത്രിയോ എപ്പോഴാണ് മശിഹ വരുന്നതെന്ന് ആർക്കും അറിയായികയാൽ അവൻ വരുമ്പോൾ അവനെ എതിരേൽക്കാൻ ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണെന്ന് ഉള്ളത്തിൽ ബോധ്യപ്പെട്ട ഈ ചെറുപ്പക്കാരൻ അന്നു മുതൽ ഉറക്കമൊഴിച്ച് കാത്തിരിക്കാൻ തുടങ്ങി. അവന്റെ ജീവിതത്തിൽ അവൻ ഒരൊറ്റ സ്വപ്നമേ ഉള്ളൂ, കർത്താവ് വരുമ്പോൾ കാണണം, കർത്താവിനോട് കൂടെ പോകണം. അവൻ ഉറങ്ങാൻ തയ്യാറല്ല, ഉണർന്നങ്ങനെ ഇരിക്കുകയാ. ഒരു മനുഷ്യർ ഉറങ്ങാതിരിക്കാൻ കഴിയില്ലല്ലോ. ഉറക്കം വരുമ്പോൾ അവൻ മുഖം കഴുകും, എന്നിട്ടും ഉറക്കം വരുമ്പോൾ ചൂടുവെള്ളത്തിൽ മുഖം കഴുകും, എന്നിട്ടും ഉറക്കം വരുമ്പോൾ കണ്ണിൽ എണ്ണ വാരി തൂക്കും, എന്നിട്ടും ഉറക്കം വരുമ്പോൾ അവൻ മുളക് പൊടി തൂക്കും. ഉറങ്ങാൻ അവൻ തയ്യാറല്ല.
ആ നിഷ്കളങ്കനായ ചെറുപ്പക്കാരന്റെ ഉള്ളത്തിൽ തോന്നിയ ബോധ്യം, ഉറങ്ങിക്കൂടാ, ഉറങ്ങുമ്പോൾ കർത്താവ് വന്നാൽ പോകാനൊക്കില്ലല്ലോ, പാവം. അവനിങ്ങനെ ഇരിക്കുന്ന വാർത്തയറിഞ്ഞ് വിവേകമുള്ള പലരും പറഞ്ഞു, കുട്ടി ഇങ്ങനെ ഇരിപ്പാനല്ല വചനം ആവശ്യപ്പെട്ടത്. ഉണർന്നിരിപ്പൻ എന്ന വാക്കിന്റെ അർത്ഥം ഇതല്ല. പക്ഷെ അവനെ തിരുത്താൻ ആർക്കും കഴിയുമായിരുന്നില്ല. അവന്റെ ഉള്ളം അതിൽ തന്നെ ഉറച്ചുപോയിരുന്നു. ഇവനിങ്ങനെ ഇരുന്നിരുന്ന് ദിവസങ്ങൾ ചിലത് പിന്നിട്ടപ്പോൾ അവന്റെ അവസ്ഥ മാറുന്നതറിഞ്ഞ് മെഡിക്കൽ സയൻസ് ഇടപെട്ടിട്ട് പറഞ്ഞു, പ്രഗത്ഭരായ ഡോക്ടർമാർ പറഞ്ഞു, കുട്ടി ഉറങ്ങണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിശ്ചിത സമയം വിശ്രമം ആവശ്യമാണ്. ശരീരത്തിന് മാത്രമല്ല മനസ്സിനും വിശ്രമം ആവശ്യമാണ്. നീ ഉറങ്ങിയേ പറ്റൂ. ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്നാൽ കുറെ ദിവസം കഴിയുമ്പോൾ നിനക്ക് തലയ്ക്ക് സ്ഥിരമില്ലാതെയാകും, ചിത്തഭ്രമം പിടിക്കും, ഒരുപക്ഷെ നീ മരിച്ചു പോകാനിടയുണ്ട്. പക്ഷെ അവനെ തിരുത്തുവാൻ വൈദ്യശാസ്ത്രത്തിനും കഴിഞ്ഞില്ല. ഒരേ വാശി, ഞാൻ ഉറങ്ങില്ല, എനിക്ക് ഉണർന്നിരിക്കണം, എന്റെ കർത്താവ് വരുമ്പോൾ കാണണം, പോകണം എനിക്ക് അവന്റെ കൂടെ. ഈ ചെറുപ്പക്കാരൻ എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഇരിപ്പിങ്ങനെ ഇരുന്നിരുന്ന് 100 ദിവസം പിന്നിടുമ്പോൾ അവൻ മെഡിക്കൽ സയൻസ് പറഞ്ഞതുപോലെ ചിത്തഭ്രമം പിടിപെട്ടു, തലയ്ക്ക് സ്ഥിരമില്ലാതെയായി, അവൻ അബ്നോർമലായി പെരുമാറാൻ തുടങ്ങി. പക്ഷെ എന്നിട്ടും അവനെ തിരുത്താൻ ആർക്കും കഴിഞ്ഞില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 116-ാമത്തെ ദിവസം ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. ഉണർന്നിരിപ്പീൻ എന്ന വാക്കിന്റെ അർത്ഥം ഉറങ്ങാതിരിപ്പീൻ എന്നല്ല എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സംഭവം ധാരാളം മതിയല്ലോ പ്രിയരെ. എങ്കിൽ പിന്നെ ഉണർന്നിരിപ്പീൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, നിങ്ങൾ ജാഗ്രതപ്പെട്ടിരിപ്പീൻ. ഹല്ലേലൂയ, നിങ്ങൾ ജാഗ്രതപ്പെട്ടിരിപ്പീൻ. ഒരു ദൈവ പൈതൽ എപ്പോഴും ജാഗ്രതപ്പെട്ടിരിക്കണം. രാവിലും പകലിലും ഊണിലും ഉറക്കത്തിലും പോക്കിലും വരവിലും നിൽപ്പിലും നടപ്പിലും കിടപ്പിലും ഒരു ദൈവ പൈതൽ ജാഗ്രതപ്പെട്ടിരിക്കണം. എന്തുകൊണ്ട് ഒരു ദൈവ പൈതൽ ജാഗ്രതപ്പെട്ടിരിക്കണം എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതിന് ഒരുപാട് ഉത്തരങ്ങൾ പറയാനുണ്ട്. എന്നാൽ 2 ഉത്തരങ്ങൾ നിങ്ങളോട് ഇന്ന് രാത്രി പറയണമെന്ന് പ്രത്യാശിക്കുകയാണ്. എന്തുകൊണ്ട് ഒരു ദൈവ പൈതൽ ഉണർന്നിരിക്കണം അഥവാ ജാഗ്രതപ്പെട്ടിരിക്കണം? 2 കാരണങ്ങളാൽ. ഒന്നാമത്തെ കാരണം ഇതാണ്, നമുക്ക് ഒരു ശത്രു ഉള്ളതിനാൽ നാം ഉണർന്നിരിക്കണം. എന്താണ് അച്ഛൻ പറഞ്ഞത്? നമുക്ക് ഒരു ശത്രു ഉള്ളതിനാൽ നാം ഉണർന്നിരിക്കണം. നമുക്കൊരു ശത്രു ഉണ്ട് പ്രിയരെ, ഒരു ശത്രു ഉണ്ട് നമുക്ക്. ഇങ്ങനെ അച്ഛൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഉള്ളു തുറന്ന് സമ്മതിക്കും, സത്യമായിട്ടും എനിക്കൊരു ശത്രു ഉണ്ടച്ച, സഹിക്കാൻ മേലച്ച, അവന്റെ പീഡനം അവളുടെ പീഡനം സഹിക്കാൻ മേലച്ച, ഞാൻ വല്ലാതെ ഭാരപ്പെട്ടിരിക്കുകയാണ് അച്ഛ. ആരാണ് ശത്രു എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ പലരും ഒറ്റ ശ്വാസത്തിൽ പറയും, വേറെ ആരുമല്ല അച്ഛ, എന്നെ കെട്ടിയോൻ തന്നെയാ. ഇത് 24 കൊല്ലമായി അവൻ എന്റെ കഴുത്തിൽ മിന്നു കെട്ടിയിട്ട്, ഈ 24 കൊല്ലമായി എനിക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഇരിക്കപ്പുറതിയില്ല, കിടക്കപ്പുറതിയില്ല. എപ്പോഴും കുത്തുവാക്കുകളും പരിഹാസവും മദ്യപിച്ച് വന്ന ലഹള കൂട്ടലും അടിയും തൊഴിയും കേട്ട് ഞാൻ മടുത്തച്ഛ. അതിയാന്റെ ശല്യം കൊണ്ട് എനിക്ക് യാതൊരു സമാധാനവുമില്ല. അച്ഛൻ പറഞ്ഞത് സത്യമാണച്ചു, എനിക്കൊരു ശത്രു ഉണ്ട് എന്ന് ഇവിടെ ഇരിക്കുന്ന പലരും തലകുലുക്കി സമ്മതിക്കുന്നു. അതേസമയം പുരുഷന്മാർക്കും അത് തന്നെ പറയാനുണ്ട്. അച്ഛൻ പറഞ്ഞത് സത്യമാണ് അച്ഛ, എനിക്കൊരു ശത്രു ഉണ്ട്, വേറെ ആരുമല്ല, എന്റെ ഭാര്യ തന്നെയാണ്. 17 കൊല്ലമായി അച്ഛ എന്നെ കുരിശിൽ തറച്ചിട്ട് യാതൊരു സ്വസ്ഥതയും ഇല്ല അച്ഛ. വീട്ടിൽ ചെന്നാൽ ഇരിക്കപ്പുറതയില്ല. ഓഫീസിൽ പോയാൽ 10 മിനിറ്റ് കൂടുമ്പോ ഫോൺ വിളിക്കും, നിങ്ങൾ ഓഫീസിൽ തന്നെയാണോ മനുഷ്യ, എവിടെ ഇരിക്കുന്നത് മനുഷ്യ, എന്റെ അച്ഛാ യാതൊരു സമാധാനവുമില്ല. ഇതൊരു നിതാന്ത ശത്രു തന്നെ. വീട്ടിൽ ചെല്ലുമ്പോ കുത്തുവാക്ക് തുടങ്ങും, തുറിച്ച നോട്ടം തുടങ്ങും. ഈ മനുഷ്യനോട് ഒരു പ്രാവശ്യം പോലും സ്നേഹത്തോടെ അവള് പെരുമാറിയിട്ടില്ല അച്ഛാ. സത്യമായിട്ടും അവൾ എന്റെ ശത്രു തന്നെ. മക്കൾ പറയും എന്റെ അപ്പനാണ് എന്റെ ശത്രു, അമ്മയാണ് എന്റെ ശത്രു. മാതാപിതാക്കൾ പറയും മക്കളാണ് എന്റെ ശത്രു. അച്ഛാ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയതാ, ഒരുപാട് ത്യാഗം ചെയ്തതാ, ഇന്ന് എന്നെ തെരുവിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുക. ഞാൻ വൃദ്ധമന്ദിരത്തിലെ കഞ്ഞിയാ കുടിക്കുന്നത്, പെരുവഴിക്കാണ് എന്റെ ജീവിതം. മക്കൾക്ക് എന്നെ വേണ്ട, അവരുടെ ശത്രുവാണ് ഞാൻ. അല്ല, മക്കൾ എന്റെ ശത്രുവാണ്. ഇനി തികച്ചും ശത്രുത വെച്ച് പുലർത്തുന്ന 2 ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അത് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, 2 സ്ത്രീകളാണ്. ഒന്നിന്റെ പേര് അമ്മ, അമ്മാവി അമ്മ, രണ്ടാമത്തേതിന്റെ പേര് മകൾ, മരുമകൾ എന്നാണ്. അവർ ഒരിക്കലും പൊരുത്തപ്പെടുന്ന പ്രശ്നമില്ല, അവർ ബദ്ധശത്രുക്കളായി ജീവിക്കുകയാണ്. എന്റെ പ്രിയരെ, ഇങ്ങനെ പോയാൽ ലോകത്ത് ശത്രുക്കളുടെ എണ്ണം നീണ്ടു പോകും. ഈ സമൂഹത്തിലെ ആളുകൾ അനേകരെ ശത്രുക്കളായി കണക്ക് കൂട്ടിയിരിക്കുകയാണ്.
ഭാര്യയ്ക്ക് ഭർത്താവ് ശത്രു, ഭർത്താവിന് ഭാര്യ ശത്രു, അമ്മാവി അമ്മയ്ക്ക് മരുമകൾ ശത്രു, മരുമകൾക്ക് അമ്മാവി അമ്മ ശത്രു, അപ്പന് മക്കൾ ശത്രു, മക്കൾക്ക് അമ്മയപ്പന്മാർ ശത്രു. ഇങ്ങനെ പോയാൽ പിന്നെ ഓഫീസിൽ ശത്രു, വഴിയിൽ ശത്രു, പിന്നെ ജീവിതം മൊത്തം ശത്രു. ശത്രുക്കളെ കൊണ്ട് തകർന്നിരിക്കുന്നു ഈ ജനം. എന്നാൽ പ്രിയരെ, നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ ഈ പറഞ്ഞവരോ, നിങ്ങൾ ഈ കേട്ടവരോ, നിങ്ങൾ ഈ കണ്ടവരോ ആരുമല്ല നിങ്ങളുടെ ശത്രു. നിങ്ങൾക്ക് ഒരൊറ്റ ശത്രു മാത്രമേ ഉള്ളൂ, രണ്ട് ശത്രുവില്ല. ആകെ ഒരൊറ്റ ശത്രു മാത്രമേ ഉള്ളൂ. ആരാണത് എന്ന് ചോദിച്ചാൽ ഉത്തരം നിങ്ങൾ പറയുമോ? പിശാചാണ് ആ ശത്രു, സാത്താനാണ് ആ ശത്രു. നമ്മളെ കുഴപ്പത്തിലാക്കുന്നത് അവൻ ഒറ്റ ഒരുത്തൻ മാത്രമാണ്. അതേ പ്രിയരെ, സത്യം, നമുക്കൊരു ശത്രുവുണ്ട്, അവൻ പിശാചാണ്. ഇനി നിങ്ങൾ കേൾക്കണം, ഈ പിശാചന് മനുഷ്യരോട് തീർത്താൽ തീരാത്ത വൈരാഗ്യമുണ്ട് പ്രിയരെ. ഒരിക്കലും ഒടുങ്ങാത്ത പകയുണ്ട് അവൻ ഈ മനുഷ്യജാലത്തോട്. എന്തായിരിക്കും പിശാചിന് മനുഷ്യനോട് ഇത്രമാത്രം വൈരം തോന്നാൻ കാരണമെന്ന് നിങ്ങൾ അന്വേഷിച്ച് കാണുമോ? എനിക്കറിയില്ല. നിങ്ങൾക്ക് അന്വേഷിക്കാൻ വേറെ ഒരുപാട് സംഗതികൾ ഉള്ളത് കൊണ്ട് നിങ്ങളിത് അന്വേഷിച്ചിരിക്കാൻ തരമില്ല. എനിക്ക് അന്വേഷിക്കാൻ വേറെ ഒരുപാട് കാര്യമില്ലാത്തത് കൊണ്ടും എൻ്റെ തൊഴിലിതായതുകൊണ്ടും ഇത് അന്വേഷിക്കലാണ് എൻ്റെ ജോലി. എന്തുകൊണ്ടാണ് പിശാചിന് മനുഷ്യനോട് ഇത്രമാത്രം വൈരാഗ്യം? അത് അന്വേഷിച്ചപ്പോഴല്ലേ ആ സംഭവം മനസ്സിലായത്. നിങ്ങൾ ഇത് കേട്ടുകൊള്ളണം. ഈ പിശാച് എന്ന് പറയുന്ന കക്ഷി സൃഷ്ടിക്കപ്പെട്ടപ്പോഴേ പിശാചായിരുന്നില്ല. എന്ന് വെച്ചാൽ പിശാചായിട്ടല്ല അവനെ സൃഷ്ടിച്ചത്. സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവൻ മാലാഖയായിരുന്നു. മാലാഖമാരുടെ കൂട്ടത്തിലെ ഒരു ശ്രേഷ്ഠ ഗണമായിരുന്നു അവർ, ലൂസിഫറും കൂട്ടുകാരും. അവരെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, വേദപുസ്തകത്തിലില്ല കേട്ടോ. മരതക കല്ലുകൾ കൊണ്ടായിരുന്നു അത്രേ ആ ഗ്രൂപ്പിൽപ്പെട്ട മാലാഖമാരെ ഉണ്ടാക്കിയിരുന്നത്. മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത് കളിമണ്ണ് കൊണ്ടാണ്. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ ഇത്രയും തേജസ്സെങ്കിൽ മരതക കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ മാലാഖയ്ക്ക് എന്തായിരിക്കും തേജസ്? ആമേൻ. മരതകക്കല്ലുകളാൽ മെനഞ്ഞെടുക്കപ്പെട്ട സുന്ദര സൃഷ്ടിയാണ് ലൂസിഫറും അവന്റെ ഗ്രൂപ്പിൽപ്പെട്ട മാലാഖമാരും. തീർന്നില്ല, ഈ മാലാഖമാരുടെ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവർക്കും മനോഹരമായ രണ്ട് ചിറകുകൾ ഉണ്ടായിരുന്നു അത്രേ. ഈ ചിറകുകൾ വിരിച്ചു വീശുമ്പോൾ അതിൽ നിന്ന് 1000 നാദബീജികൾ പുറപ്പെടുമായിരുന്നു അത്രേ. ചിറക് വിരിച്ച് വീശുമ്പോൾ ഉയർന്നു കേൾക്കുന്ന നാദബീജികളുടെ താളാത്മകതയ്ക്ക് ഒത്തവണ്ണം ലൂസിഫർ പാടിത്തുടങ്ങുമായിരുന്നു. ലൂസിഫറോ മനോഹരമായ മന്ത്രമധുര ശബ്ദത്തിന്റെ ഉടമയാണ്. ലൂസിഫർ പാടിത്തുടങ്ങുമ്പോൾ ഭൂലോകങ്ങളും നിശബ്ദമാകും. സ്വർഗത്തിലെ മറ്റു മാലാഖാവൃന്ദങ്ങളൊക്കെ ആരാധനയും പാട്ടും സ്തുതിയും നിർത്തി ലൂസിഫറിന്റെ ചുറ്റും വന്നുകൂടും. ലൂസിഫർ പാടുന്നതിന് അവന്റെ ഗ്രൂപ്പിൽപ്പെട്ട മാലാഖമാർ ചിറക് വിരിച്ച് വീശി കോറസ് പാടും. ഈ പാട്ട് പ്രപഞ്ചത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതമാണ്. ആ സംഗീതം കേട്ട് എല്ലാവരും അമ്പരന്നങ്ങനെ നിൽക്കും നാഴികകളോളം. ലൂസിഫർ പാടി അവസാനിപ്പിക്കുമ്പോൾ സ്വർഗദൂതന്മാർ ഓടി അടുത്തു വരും. ഹാ ലൂസിഫർ, നീ എത്ര ഭാഗ്യവാൻ, നിന്റെ പാട്ടെത്ര സുന്ദരം, മധുരം, മനോഹരം. ഓ ലൂസിഫർ, നീ പാടുമ്പോൾ ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ ഹൃദയതന്ത്രികൾ ആനന്ദം കൊണ്ട് വീണമീട്ടുകയാണ്. ലൂസിഫർ, നീ വീണ്ടും പാടുക, ഞങ്ങൾ ആസ്വദിക്കട്ടെ, ആനന്ദിക്കട്ടെ. ഏ ലൂസിഫർ, നീ ഭാഗ്യവാൻ, നീ എത്ര സുന്ദരൻ, മധുര ഗായക, നീ വീണ്ടും പാടുക. ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ ആ ആളെ അഭിനന്ദിക്കുന്നത് നല്ലതാണ് പ്രിയരെ. പക്ഷേ അഭിനന്ദനം അതിര് കടന്നാൽ അവിടെ അഹങ്കാരം അങ്കുരിക്കും. യെസ്, ഈ വാക്ക് നിങ്ങൾ ഉള്ളത്തിൽ എഴുതി വെച്ചുകൊള്ളണം. ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ ആ ആളെ അഭിനന്ദിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ അഭിനന്ദനം അതിര് കടന്നാൽ അവിടെ അഹങ്കാരം അങ്കുരിക്കും. ഇന്നും അത് നിലനിൽക്കുന്ന പച്ച സത്യമാണ്. ഇവിടെ ഇരിക്കുന്ന പലരും തികഞ്ഞ അഹങ്കാരികളായി പോയത് അഭിനന്ദനം അതിര് കടന്നു പോയത് കൊണ്ടാണെന്ന് അച്ഛൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പരിഭവം തോന്നിയേക്കാം. സത്യമാണത്, പച്ച സത്യം. ഇത് ആണിനും പെണ്ണിനും ബാധിച്ചിട്ടുള്ളൊരു രോഗമാണ് അഹങ്കാരം. പ്രിയപ്പെട്ടവരെ, ലൂസിഫറിന് ഒരു ദിവസം ഇങ്ങനെ തോന്നുകയാണ്, ഈ മാലാഖമാർക്കൊക്കെ എന്നോട് എന്നാ പ്രേമമാ, അവരൊക്കെ വന്ന് എന്നെ എത്ര മധുരമായിട്ടാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പോൾ സ്വർഗത്തിലെ മാലാഖമാർക്കിടയിൽ ഒരു വോട്ടെടുപ്പ് നടത്തിയാൽ ദൈവത്തിന് കിട്ടുന്നതിന്റെ ഇരട്ടി വോട്ട് എനിക്ക് കിട്ടും. ഇനി ഞാൻ എന്തിനാ മാലാഖയായിരിക്കുന്നത്? എന്നാൽ പിന്നെ എനിക്ക് അങ്ങ് ദൈവമായി കൂടെ? ഈ ചിന്ത അവന്റെ ഉള്ളിൽ ഒരു വിഷവിത്തായി കിരിഞ്ഞിറങ്ങി. അന്നു മുതൽ ലൂസിഫർ ചിന്തിക്കാൻ തുടങ്ങി, എങ്ങനെ ദൈവമാകാം, എപ്പോൾ ദൈവമാകാം, എങ്ങനെ ദൈവമാകാം, എപ്പോൾ ദൈവമാകാം. ഇനി ഞാൻ കീഴടങ്ങുന്നത് ശരിയല്ല, എനിക്ക് ദൈവമാകണം, ദൈവമാകണം, ദൈവമാകണം. എനിക്ക് ആ സിംഹാസനം കൈവശപ്പെടുത്തണം. അഹങ്കാരത്തിന്റെ കൂമ്പായവൻ നികളത്താൽ അത് ചിന്തിച്ച് അന്ധത ബാധിച്ചവന് ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി.
ദൈവം വന്ന സിംഹാസനസ്ഥനായി തമ്പുരാന്റെ തൊട്ട് മുമ്പിൽ ലൂസിഫർ നിൽക്കുകയാണ്. കർത്താവ് അവനോട് കൽപ്പിച്ചു, ഹേ ലൂസിഫർ, നീ പാടുക, ഞാനൊന്ന് ആനന്ദിക്കട്ടെ. പക്ഷെ ലൂസിഫർ കേട്ട ഭാവം നടിച്ചില്ല. ദൈവം തിരിഞ്ഞു നോക്കി, ഹേ ലൂസിഫർ, നീ പാടുക, ഞാനൊന്ന് ആനന്ദിക്കട്ടെ. അവന് യാതൊരു ഭാവവ്യത്യാസവുമില്ല. അവൻ കർത്താവിനെ ഇങ്ങനെ തുറിച്ചു നോക്കി നിൽക്കുകയാണ്. ഹേ ലൂസിഫർ, നീ പാടുക, ഞാനൊന്ന് ആനന്ദിക്കട്ടെ. പക്ഷെ അവൻ മൈൻഡ് ചെയ്തില്ല കർത്താവിന്. നീ എന്താണ് പാടാത്തത്? നീ എന്താണ് എന്നെ തുറിച്ചു നോക്കുന്നത് എന്ന് ദൈവം ചോദിച്ചപ്പോ ലൂസിഫർ കർത്താവിന് നേരെ വിരൽ ചൂണ്ടി പിടിച്ചു. എന്നിട്ട് തമ്പുരാന്റെ മുഖത്ത് നോക്കി അവൻ ഇങ്ങനെ കൽപ്പിച്ചു, അതെ, ഇങ്ങനെ ഒന്ന് എണീറ്റ്. ആരോടാ? സാക്ഷാൽ സത്യദൈവത്തോട്, സൃഷ്ടാവായ തമ്പുരാനോട് സൃഷ്ടി കൽപ്പിക്കുകയാണ്, അതെ, ഇങ്ങനെ ഒന്ന് എണീറ്റ്. ദൈവം പറഞ്ഞു, മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. തന്നോടാ പറഞ്ഞത് എഴുന്നേൽക്കാൻ, അതാ പറഞ്ഞത് മനസ്സിലായില്ല എന്ന്. എടോ ദൈവമേ, ഇപ്പോൾ ഈ സ്വർഗത്തിലെ മാലാഖമാർക്കിടയിൽ വോട്ടെടുപ്പ് നടത്തിയാൽ തനിക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി വോട്ട് എനിക്ക് കിട്ടും. അതുകൊണ്ട് ഇന്നു മുതൽ ഞാനാണ് ദൈവം. താഴോട്ടിറങ്ങണോ? എനിക്ക് അവിടെ കയറി ഇരിക്കാനാ തന്നോട് ഇറങ്ങാൻ പറഞ്ഞത്. ഇനി ഒരുപാട് നിങ്ങളിച്ച് അവിടെ ഇരിക്കുമൊന്നും വേണ്ട, ഇറങ്ങി താഴോട്ട്. എന്റെ പ്രിയരെ, ഇത് ലൂസിഫർ കർത്താവിനോട് പറഞ്ഞ വാക്കാണ്. അടുത്ത ക്ഷണം സൃഷ്ടാവായ തമ്പുരാന്റെ ഉള്ള കോപം കൊണ്ട് ജ്വലിച്ചു. അവന്റെ കണ്ണുകളിൽ അഗ്നിയാളി, അവന്റെ അധരത്തിൽ നിന്ന് അഗ്നി സ്ഫുലിംഗങ്ങൾ ചിതറി പറന്നു. ദൈവം തമ്പുരാൻ തന്റെ രണ്ട് കൈയും ആഞ്ഞു വീശി ലൂസിഫറിന്റെ ഇരു ചിറകും അറ്റുപോയി. കർത്താവ് അവനെ പിന്നിലേക്ക് തള്ളി. ദുഷ്ടപിശാചേ, ശപിക്കപ്പെട്ടവനെ, സൃഷ്ടാവിനോട് മത്സരിച്ചവനെ, പോ, നീ പിശാചാണ്, സ്വർഗത്തിൽ നിനക്കിടമില്ല, നീ പുറത്തു പോ. അവനെ തള്ളി ദൈവം താഴെയിട്ടു. പ്രിയരെ, സ്വർഗത്തിൽ നിന്ന് ഈ സംഭവത്തെ ഉദ്ധരിച്ച പ്രവാചകൻ എഴുതി, അരുണോദയ പുത്രനായ ശുക്ര, നീ നക്ഷത്രങ്ങൾക്ക് മീതെ കൂടുകൂട്ടിയവനായിരുന്നല്ലോ, നീ വെട്ടേറ്റ് നിലം പതിച്ചതെങ്ങനെ? വാഴാൻ കഴിഞ്ഞില്ല അവന് സ്വർഗസിംഹാസനത്തിൽ. അഹങ്കാരത്താൽ അവൻ വീണുപോയി, നികളത്താൽ അത്രേ അവൻ നശിച്ചു പോയത്. പ്രിയരെ, അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പിശാച് പുറന്തള്ളപ്പെട്ടു. ലൂസിഫറിന്റെ ഒപ്പം അവന്റെ ഗ്രൂപ്പിൽപ്പെട്ട മാലാഖമാരും പുറന്തള്ളപ്പെട്ടു. ആയിക്കോട്ടെ, അതിന് മനുഷ്യരോട് ഇത്ര വിരോധത്തിന് കാരണം എന്താണ്? അതല്ലേ പ്രിയരെ നമ്മൾ അറിയേണ്ട യാഥാർത്ഥ്യം. ഈ ഒരു വൃന്ദം മാലാഖമാർ പുറത്താക്കപ്പെട്ട കുറവ് നികത്താൻ ദൈവം ഒരുപാട് ആലോചന കഴിച്ചു. എന്ത് ചെയ്യും? ഒടുവിൽ ദൈവം ഒരു തീരുമാനമെടുത്തു, മറ്റൊരു സൃഷ്ടി നടത്തുക. നഷ്ടപ്പെട്ട മാലാഖാ വൃന്ദത്തിന്റെ കുറവ് നികത്താൻ വേണ്ടി ദൈവം സൃഷ്ടി നടത്തി. താൻ സൃഷ്ടിച്ച ഏദോംസായിലെ മണ്ണ് തന്റെ കയ്യിലെടുത്ത് താൻ തന്നെ ശില്പിയായിരുന്ന് കുഴച്ച് പശമയുള്ളതാക്കി പരുവപ്പെടുത്തി. കൃമികീടങ്ങളും കല്ലുകളും മണൽത്തരികളും പെറുക്കി മാറ്റി മനോഹരമായ സൃഷ്ടിക്ക് യോജിച്ചതായ മണ്ണായി അത് തീർന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോ ലോകത്തൊരു സൃഷ്ടിക്കും ലഭിക്കാത്ത മഹത്വം ദൈവം അതിന് നൽകി. തന്റെ കൈകൊണ്ട്, തന്റെ രൂപത്തിൽ, തന്റെ ഛായയിൽ തമ്പുരാൻ ഒരു സൃഷ്ടി നടത്തി. അതിന്റെ പേരാണ് മനുഷ്യൻ. അവന്റെ മൂക്കോട് തന്റെ അധരം ചേർത്ത് വെച്ച് തന്റെ അന്തരാത്മാവിൽ നിന്ന് അവന്റെ അന്തരാത്മാവിലേക്ക് പ്രാണവായു ഊതിക്കയറ്റിയിട്ട് അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്ത് തേജസ്സും ബഹുമാനവും ദൈവം അവനെ അണിയിച്ചു. അത്രത്തോളം അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ച് ദൈവം തന്റെ ചാരയെ നിർത്തി. എന്നിട്ട് ദൈവം ചെയ്ത പണി കേൾക്കണമോ? ഈ ലൂസിഫർ ഒഴിവാക്കപ്പെട്ട സ്ഥാനത്ത്, ലൂസിഫറിന്റെ കസേരയിൽ ദൈവം മനുഷ്യനെ കൊണ്ടുപോയി ഇരുത്തി. ലൂസിഫർ സഹിക്കോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാകാൻ വേണ്ടി അച്ഛനിപ്പോൾ ഒരു ഉദാഹരണം പറയാൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മൂത്ത മോനോ, രണ്ടാമത്തെ മോനോ, മൂന്നാമത്തെ മോനോ, അവസാനത്തെ മോനോ, ആരും ആവട്ടെ, മോളായാലും കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അപ്പന്റെ പ്രിയപ്പെട്ട വാത്സല്യ സന്തതിയാണ്. അപ്പനുമായിട്ട് സന്തോഷമായി, സ്നേഹമായി, കൂട്ടായ്മയായി, പാട്ടായി ഇങ്ങനെ സന്തോഷമായി ജീവിച്ച് വരവേ ഒരു ദിവസം എന്തോ കാര്യത്തിന് അപ്പനുമായി പറഞ്ഞ് ചെറുതായിട്ടൊരു വഴക്കുണ്ടായി. വഴക്ക് മൂത്ത് വലിയ വഴക്കായി മാറി. വഴക്കിന്റെ ക്ലൈമാക്സിൽ അപ്പനോട് പറയരുതാത്ത എന്തോ കാര്യം നിങ്ങളുടെ നാവയെന്ന് വീണുപോയി. അപ്പൻ അത് ഒട്ടും സഹിച്ചില്ല. ചെവിക്കുറ്റിക്ക് ഒരെണ്ണം പൊട്ടിച്ച് ചെവിക്ക് പിടിച്ച് തിരിച്ച് അപ്പൻ നിങ്ങളെ വലിച്ചഴച്ചു കൊണ്ടുപോയി ഗേറ്റിന് പുറത്തിറക്കി വിട്ടു. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു, ഇന്ന് മുതൽ നീ എന്റെ മോനല്ല, നീ എന്റെ മോളല്ല, ഇതിനകത്ത് നിനക്ക് യാതൊരു അവകാശവുമില്ല, ഇനി മേലാലി കോമ്പൗണ്ടിനകത്ത് കയറിപ്പോരുത്, വല്ല വഴിയും പൊക്കോണം എന്ന് പറഞ്ഞ് പുറത്തിറക്കി വിട്ടിട്ട് ഗേറ്റ് അടച്ചങ്ങോട്ട് പൂട്ടി. ഇപ്പൊ നിങ്ങൾ എവിടെയാ? ഒന്നും മിണ്ടുവോ? ഒന്നും മിണ്ടാതിരുന്നാൽ പാവം ഞാൻ തെറ്റിദ്ധരിക്കും നിങ്ങൾ മരിച്ചുപോയി എന്ന്. അനന്തര നടപടിക്ക് ഒട്ടും താമസം ഉണ്ടാവില്ല. എനിക്കാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയമുള്ള സംഗതി ശവഅടക്കമാണ്. ഏറ്റവും ആനന്ദമുള്ള പ്രസംഗം ചരമപ്രസംഗമാണ്. അത് ഇന്ന് രാത്രി ചെയ്യിക്കാൻ നിങ്ങൾ ഇടവരുത്തരുത്, മിണ്ടണം. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നിങ്ങൾ എവിടെയാ?
ഗേറ്റിന് പുറത്ത് ഈ അപ്പൻ ചെയ്തൊരു പണി കേൾക്കണമോ? ദൂരദേശത്ത് പോയി അപ്പന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട സകല പിതൃസ്വത്ത് അവകാശവും അവന്റെ പേരിൽ തീരെഴുതി വെച്ച് നിങ്ങളുടെ വീട്ടില് നിങ്ങൾ താമസിക്കുന്ന മുറിയിൽ അവനെ കയറ്റി താമസിപ്പിച്ചിട്ട് നാട്ടുകാരെ വിളിച്ചു കൂട്ടി പറഞ്ഞു, ഇന്നു മുതൽ ഇവനാണ് എന്റെ മകൻ, ഇവന് ഞാൻ എല്ലാ അവകാശവും കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. ഈ കക്ഷിയെ ഈ അപ്പൻ വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ സ്ഥാനത്തിരുത്തി നിങ്ങളുടെ അവകാശം പകുത്തു കൊടുത്ത ചെറുപ്പക്കാരനെ പിറ്റേ ദിവസം വഴിക്ക് വെച്ച് കണ്ട നിങ്ങൾ എന്ത് ചെയ്യും? കൊടുമോനെ കൈ, നീ അല്ലടാ മിടുക്കൻ, എന്റെ അപ്പന്റെ പേരിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട സകല പിതൃസ്വത്തും നീ ഒന്നും അറിയാതെ എഴുതി വാങ്ങിച്ചല്ലേടാ, ഭാഗ്യവാനെ, നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറയുക. എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. കേൾക്കാൻ മേലെ എനിക്ക് അടിക്കുന്ന ഈ പിള്ളേർ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം ഞാൻ കോതമംഗലത്ത് ചോദിച്ചപ്പോ 8 വയസ്സ് കാണും കഷ്ടി ഒരു ചെറിയ കുട്ടി അച്ഛൻ പ്രസംഗം തുടങ്ങിയപ്പോ മുതൽ അച്ഛന്റെ മുഖത്ത് നോക്കി എല്ലാം മറന്നവനങ്ങനെ ഇരിക്കുക, നല്ലൊരു ആസ്വാദകൻ. ഈ ചോദ്യം അങ്ങോട്ട് ചോദിച്ച പാടെ അവൻ മുട്ടേൽ അങ്ങോട്ട് പൊങ്ങി. അപ്പൊ ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ ഞാൻ തിരിഞ്ഞു നോക്കി. എന്ത് ചെയ്യും മോനെ ചോദിച്ചു. അവൻ കുടഞ്ഞങ്ങ് എണീറ്റിട്ട് അവൻ ഒരു ഒറ്റ പിടുത്തവൻ 2 കൈയുടെ മസിൽ, അച്ചോ അങ്ങനെ അങ്ങ് സംഭവിച്ചത് പരമാർത്ഥാണെങ്കിൽ ഒറ്റ കുത്തിന് ഞാൻ അവനെ കൊല്ലുന്നു. 8 വയസ്സ് കഷ്ടിയുണ്ട്. എന്റെ അപ്പന്റെ മുതൽ വേറൊരുത്തനെ അവകാശിച്ചാൽ ഞാൻ സമ്മതിക്കില്ല, ഒറ്റ കുത്തിന് ഞാൻ അവനെ കൊല്ലുമെന്ന് 8 വയസ്സുള്ള കൊച്ച്. എന്നാ പിന്നെ കാരണന്മാരുടെ കാര്യം പറയണം. ഈ മനുഷ്യന് തന്റെ അവകാശം മറ്റൊരുത്തൻ കൈവശപ്പെടുത്തിയാൽ ഇത്രമാത്രം വൈരം തോന്നുമെങ്കിൽ പിശാചിന് എന്തോരം തോന്നും? അതിന്റെ ഇരട്ടിയല്ല, 70 മടങ്ങ് തോന്നും. നിങ്ങൾക്കറിയാവോ, ഞാനും നിങ്ങളും ഇപ്പോഴിരിക്കുന്നത് അവൻ ഇരിക്കേണ്ട കസേരയില്ല. അവൻ നമ്മളെ നിലത്ത് നിർത്തുന്നു തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? സാത്താന് മനുഷ്യനോട് തീർത്താൽ തീരാത്ത വൈരാഗ്യമുണ്ട്, ഒടുക്കിയാൽ ഒടുങ്ങാത്ത പകയുണ്ട്. അവസാനത്തെ മനുഷ്യനെയും അഗ്നിനരകത്തിൽ കൊണ്ടുപോയിട്ടല്ലാതെ അടങ്ങില്ല അവൻ. അവനൊരു നിതാന്ത ശത്രുവാണ്, നമുക്ക് അത് ബോധ്യപ്പെട്ടിരിക്കണം. സാത്താന് മനുഷ്യനോട് തീർത്താൽ തീരാത്ത പകയുണ്ട്. പ്രിയരെ, ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താൻ തന്റെ നയം വ്യക്തമാക്കിയതാണ്. ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയുടെ രാജാവായി അവനെ വാഴിച്ച് ഏദനിൽ അവന്റെ സിംഹാസനം സ്ഥാപിച്ച് ഏദനിൽ ദൈവം അവരെ പാർപ്പിച്ചു. ആദ്യ മനുഷ്യരായ ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിലൂടെ ആനന്ദപൂർണതയിൽ ജീവിച്ചു വരികയാണ്. പക്ഷെ സാത്താൻ അതിന് അനുവദിച്ചില്ല. അവൻ തക്കം നോക്കി കാത്തിരുന്നു. നാളുകളേറെ കഴിയും മുമ്പ് അവരുടെ ജീവിതത്തിൽ അവൻ കയറി ഇടപെട്ടു. സാത്താനെ കുറിച്ച് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോളൂ, നേർക്ക് നേരെ വന്ന് യുദ്ധം ചെയ്യുന്ന ഒരു സ്വഭാവം അവനില്ല. അവൻ തന്ത്രശാലിയാണ്, അവൻ വക്രവാദിയാണ്, അവൻ ഒളിപ്പോരാളിയാണ്, അവൻ ഗറില്ല യുദ്ധതന്ത്രജ്ഞനാണ്. അവൻ ഏതു വേഷത്തിൽ, ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ, എവിടെ, എപ്പോഴെങ്ങനെ വരുമെന്ന് ആർക്കും അറിയില്ല. ഭാര്യയുടെ വേഷത്തിൽ വരാം, ഭർത്താവിന്റെ വേഷത്തിൽ വരാം, പാമ്പിന്റെ രൂപത്തിൽ വരാം, പൂച്ചയുടെ വേഷത്തിൽ വരാം, മറ്റു പല വേഷത്തിലും വരാം, കൂട്ടുകാരന്റെ വേഷത്തിൽ വരാം, കൂട്ടുകാരിയുടെ വേഷത്തിൽ വരാം, ചിരിച്ച് കാണിച്ചുകൊണ്ട് വരാം, കരഞ്ഞ് കാണിച്ചുകൊണ്ട് വരാം, നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് വരാം, കാറുമായിട്ട് വരാം. എന്റെ പ്രിയരെ, ഇനി പറഞ്ഞ അതിന് കടന്ന പലതും പറയേണ്ടി വരും. സാത്താൻ ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ, എപ്പോഴെങ്ങനെ, എവിടെ വരുമെന്ന് ആർക്കും അറിയില്ല. ജാഗ്രത. നമുക്കൊരു ശത്രുവുണ്ട്, അവൻ കുഴപ്പക്കാരനാണ്. അവൻ ഓരോ മനുഷ്യനെയും പിടികൂടുന്നത് അവരുടെ ബലഹീനത മുതലെടുത്തിട്ടാണ്. ഹവ്വയുടെ ബലഹീനത മുതലെടുത്തിട്ടാണ് സാത്താൻ ഹവ്വയെ പിടികൂടിയത്. പാപം ഹവ്വയ്ക്ക് ഒരു ബലഹീനത ഉണ്ടായിരുന്നു. എന്താ ബലഹീനത എന്ന് നിങ്ങൾക്കറിയാമോ? ദൈവത്തെ കാണുമ്പോഴൊക്കെ ഹവ്വയുടെ മനസ്സിലൊരു ചിന്ത, ഓ ഈ ദൈവം എന്നാ സുന്ദരന, ഇതുപോലെയൊന്ന് ആവാൻ പറ്റിയായിരുന്നെങ്കിൽ, ഓ ഇതുപോലെയൊന്ന് ആവാൻ പറ്റിയായിരുന്നെങ്കിൽ, ഓ ഇതുപോലെയൊന്ന് ആകാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നുകൊണ്ടിരുന്നു. സത്യത്തിൽ മനുഷ്യനും ദൈവവും തമ്മിൽ ഒട്ടും വ്യത്യാസം ഉണ്ടായിരുന്നില്ല. വളരെ മൈൽഡായിട്ടൊരു മാറ്റമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സംബന്ധിച്ച് വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. 8-ാം സങ്കീർത്തനം 3, 4, 5 വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമേ, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ ഈ മർത്യനെ നീ ഓർക്കാൻ അവൻ എന്തുള്ളൂ, ഈ മനുഷ്യപുത്രനെ നീ സന്ദർശിക്കാൻ അവൻ എന്തുമാത്രം. അതിന്റെ മറുപടി 5-ാം വാക്യത്തിലുണ്ട്. 8-ാം സങ്കീർത്തനം 5-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നുവല്ലോ. ആമേൻ. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ തേജസ്സിനേക്കാൾ
അല്പം മാത്രം താഴെയായിരുന്നു മനുഷ്യന്റെ തേജസ് എന്നാണ് ഈ പറഞ്ഞ വാക്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ നട്ടുച്ച നേരത്ത് മുറ്റത്ത് നിന്ന് കത്തുന്ന സൂര്യനെ എത്തി നോക്കാൻ ആർക്കും അത്ര ധൈര്യം കാണില്ല. കാരണം ഭയങ്കര ശക്തിയുള്ള രശ്മികളാണ് അതിൽ നിന്ന് വമിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ 2 സൂര്യൻ ഒരുമിച്ച് ഉദിച്ചാൽ നട്ടുച്ച നേരത്ത് ആരും കാണില്ല, ഇവിടെ കത്തിപ്പോകും. എന്റെ പ്രിയരെ, 10 സൂര്യൻ ഉദിച്ചാലത്തെ ചിത്രം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അച്ഛൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ തേജസ് എത്രത്തോളം അളക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല. 10,000 മധ്യാഹന സൂര്യന്റെ തേജസ് സ്വർഗത്തിലെ ദൈവത്തിനുണ്ടെങ്കിൽ ആദമിന് ഹൗവയ്ക്കും 9,999 സൂര്യന്റെ തേജസ് ഉണ്ടായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞാൽ അതാണ് ശരി. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും ദൈവം അവരെ അണിയിച്ചിരുന്നു. എന്നിട്ടും ഈ പെണ്ണിന്റെ ഉള്ളിലൊരു കൊതി, ഇതുപോലെയാകണം. ഏതുപോലെ? ദൈവത്തെ പോലെയാകണം. ദൈവത്തിന്റെ അത്രയും സൗന്ദര്യം എനിക്കില്ലല്ലോ, അത്രയും തേജസ് എനിക്കില്ലല്ലോ, അതുപോലെയാവണം, അതുപോലെയാവണം, അതുപോലെയാവണമെന്ന് ഉള്ളിൽ അവളേറെ കൊതിക്കുകയാണ്. അന്നത്തെ ഔവയ്ക്ക് മാത്രമല്ല, ഇന്നത്തെ ഔവമാർക്കും അത് തന്നെയാണ് ഉള്ളിലേറെ കൊതി. എനിക്ക് ഇനിയും സുന്ദരിയാകണം, എനിക്ക് ഇനിയും സുന്ദരിയാകണം, എനിക്ക് ഇനിയും സുന്ദരിയാകണം. എന്ത് ചെയ്യാൻ പ്രിയരെ? എല്ലാ മനുഷ്യർക്കും ദൈവം കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ രൂപമാണ്. എന്റെ രൂപം കൊള്ളുകയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ദൈവത്തിന്റെ രൂപം കൊള്ളുകയെന്ന അവർ പറഞ്ഞതിന്റെ അർത്ഥം. എന്നെ കാണാൻ കൊള്ളുകയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ദൈവത്തെ കാണാൻ കൊള്ളുകയെന്ന ആ പറഞ്ഞതിന്റെ അർത്ഥം. അയ്യോ, ഞാൻ സുന്ദരിയല്ല എന്ന് ഏതെങ്കിലും പെണ്ണ് പറഞ്ഞാൽ ദൈവം സുന്ദരനല്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ദൈവനാമത്തെ ആരും തുച്ഛീകരിക്കരുത്, നീ സുന്ദരി തന്നെ. പക്ഷെ നമ്മുടെ സഹോദരിമാർ സമ്മതിക്കില്ല. അവർ സുന്ദരിയാകാൻ വേണ്ടി ആഴ്ചതോറും ബ്യൂട്ടി പാർലറിൽ പോയി ബ്ലീച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ മുഖം ഒരു ദിവസം ബ്ലീച്ച് ആവുമ്പോഴാ പഠിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, കവള് നല്ലോണം വെളുക്കും. കവളത്ത് ക്യാൻസർ വരുമ്പോൾ കുടുംബവും വെളുക്കും. അപ്പോഴാണ് വിവരം മനസ്സിലാവുന്നത്. പ്രിയപ്പെട്ടവരെ, ബ്ലീച്ച് ആവുന്നത് എപ്പോഴാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന സൗന്ദര്യത്തിൽ ആനന്ദിക്കുക, അത് ധാരാളം മതി നമുക്ക്. ഔവയ്ക്കൊരു കൊതി, എനിക്ക് ദൈവത്തെ പോലെയാകണം. ഇത് സാത്താന് മനസ്സിലായി. ബലഹീനത മുതലെടുക്കുന്ന തന്ത്രശാലിയായ പിശാച് തക്കത്തിലിടപെട്ട് ഈ പെണ്ണിനോട് ചോദിക്കുന്നു, ഈ പഴം തിന്നാൽ നീ ദൈവത്തെ പോലെയാകുമെന്ന ഒരു പ്രഖ്യാപനം. ഹൗവയ്ക്കാകെ പ്രശ്നമായി. ഇവൾക്ക് ദൈവത്തെ പോലെയാകാൻ കൊതിയുണ്ട്. പാമ്പ് പറഞ്ഞു തിന്നാൽ ദൈവത്തെ പോലെയാകും, ദൈവം പറഞ്ഞത് തിന്നാൽ മരിക്കും. ഇപ്പോൾ ഹൗവയുടെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ട്. 1 തിന്നാൽ മരിക്കും, 2 തിന്നാൽ ദൈവത്തെ പോലെയാകും. ഏത് സംഭവിക്കുമെന്ന് പാവം പെണ്ണിന് അറിയില്ല. ദൈവത്തെ പോലെ ആകാനുള്ള അവളുടെ ആശ കൊണ്ട് എല്ലാം മറന്ന് അവൾ കൈ നീട്ടി പഴം പറിച്ചു തിന്നു. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. ദൈവത്തെ പോലെ ആയില്ല എന്ന് മാത്രമല്ല, മനുഷ്യന്റെ രൂപം പോലും നഷ്ടപ്പെട്ടു. ഉണ്ടായിരുന്ന തേജസ് അങ്ങ് ചോർന്നുപോയി. അവൾ ആകെ കറുത്ത് പിടിച്ച് വികൃത രൂപിയായി. എന്നിട്ട് ഇത്രയും തേജസ്. അപ്പൊ അന്ന് എന്തായിരിക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടെ, ഹൗവ മറ്റൊരവസ്ഥയിലായി. ഈ അവസ്ഥയിൽ ഹൗവയായി തീർന്നത് അവളുടെ ബലഹീനത സാത്താൻ മുതലെടുത്തപ്പോഴാണ്. ഇപ്പോൾ ഹൗവ സാത്താന്റെ അണ്ടർ കസ്റ്റഡിയിലായി. ഹൗവയുടെ ബലഹീനത മുതലെടുത്ത സാത്താൻ അതേപോലെ ആദാമിന്റെ ബലഹീനതയും മുതലെടുത്തു. ആ ഹൗവയുടെ ബലഹീനത ദൈവത്തെ പോലെ ആകാനുള്ള മോഹമായിരുന്നെങ്കിൽ ആദാമിന്റെ ബലഹീനത മറ്റൊന്നായിരുന്നു. എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാമോ? അറിയില്ല. ഹൗവ. അതായിരുന്നു ആദാമിന്റെ ബലഹീനത. ഹൗവ അവളീ മാറി ഒരു പഴം കൈ പിടിച്ച് ആദാമിന്റെ അടുത്ത് വന്നു. ആദാം അപ്പോഴും കിടന്ന് ഉറങ്ങുമായിരുന്നു. തട്ടി ഉണർത്തി. അവൻ ഞെട്ടിപ്പോയി. ഈ സാധനത്തെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അവന്റെ ഔവയ്ക്ക് നല്ല തേജസ് ഉണ്ടായിരുന്നല്ലോ. അവൻ ഞെട്ടനോട് ചോദിച്ചു, നീ ഏതാ പിശാചേ? ഞാൻ പിശാചൊന്നുമല്ല, ഞാൻ ഔവയാ. നിനക്ക് എന്നാ പറ്റി? ഞാൻ അപ്പഴോ ഒരെണ്ണം തിന്നു, ദൈവത്തെ പോലെ ആവുമെന്ന് പാമ്പ് പറഞ്ഞ് പറ്റിച്ചതാ. തിന്നപ്പോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ഞാൻ ഒരെണ്ണം കൊണ്ടിട്ടുണ്ട്, ചേട്ടനും നിന്നോ, തിന്നാ എന്നെ പോലെ ആവാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഇപ്പൊ ആദാം ഈ പഴം വാങ്ങിച്ച കയ്യെ പിടിച്ചു. സഭയുടെ പിതാക്കന്മാർ അത് സംബന്ധിച്ച് എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: ആദാം പഴം കയ്യിൽ പിടിച്ച് 3 നാഴിക ഏദൻ തോട്ടത്തിൽ ഇരുന്ന് ആലോചിച്ചു എന്നാണ്. എന്താണ് ആദാം ആലോചിച്ചതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല, ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ആദാം ആലോചിച്ചത് ഇങ്ങനെയാണ്: ഈ പഴം തിന്നാൽ എനിക്ക് എന്റെ ഔവയുടെ കൂടെ താമസിക്കാം, ഈ പഴം തിന്നില്ലെങ്കിൽ ദൈവത്തിന്റെ കൂടെ താമസിക്കാം. തിന്നാൽ ഔവ, തിന്നില്ലെങ്കിൽ ദൈവം. തിന്നാൽ ഔവ, തിന്നില്ലെങ്കിൽ ദൈവം. ഔവ വേണോ ദൈവം വേണോ? ഔവ വേണോ ദൈവം വേണോ?
3 മണിക്കൂർ കൂട്ടിയും കിഴിച്ചും ഹരിച്ചും കുടിച്ചും നോക്കിയിട്ട് അവസാനം ആദാം ഒരു തീരുമാനമെടുത്തു, ദൈവം പോയി പണി നോക്കട്ടെ, എനിക്ക് എൻ്റെ പെണ്ണിനെ വേണം. അവൻ മനപൂർവ്വം ഈ ഹവ്വായെ സ്വന്തമാക്കാൻ വേണ്ടി ആ പഴം അങ്ങോട്ട് തിന്നു. ഹവ്വ എന്ന ബലഹീനതയിൽ ആദാം കുടുങ്ങിപ്പോയി, അവനും പിശാചിന്റെ അടിമയായി. എന്റെ പ്രിയരെ കേൾക്കുക, ഇത് കണ്ട ദൈവം അന്നൊരു ഡിക്ലറേഷൻ നടത്തി, ഇന്നു മുതൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് പറ്റിച്ചു ചേർക്കപ്പെടും. അങ്ങനെയല്ലേ? വേദോസ്തം വല്ലപ്പോഴെങ്കിലും വായിക്കണവർക്ക് മനസ്സിലാവുള്ളൂ ഇത്. അങ്ങനെയല്ലേ? ഇന്നു മുതൽ പുരുഷൻ തന്നെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചു ചേർക്കപ്പെടുന്നല്ലേ? ആ സ്ത്രീകളും പറഞ്ഞു അതെന്ന്. എന്നോട് അവരെ എനിക്ക് വയ്യ, പറ്റിച്ചേരും എന്നാണ്. ഇന്നു മുതൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്നാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആദാംമാർക്ക് പിന്നെ കല്യാണം കഴിച്ച ഹവ്വ മതി. അപ്പനും വേണ്ട, അമ്മയും വേണ്ട. ഒരു ദിവസം അച്ഛൻ, നാളെ ദമ്പതി ധ്യാനം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, അതിനകത്ത് പറയേണ്ട സംഗതിയാണെങ്കിൽ ഇപ്പൊ സാന്ദർഭികമായി പറയാം. ഒരിക്കൽ അച്ഛൻ ഒരു കല്യാണം കെട്ടിച്ചു വിട്ടു. അപ്പൊ ഇതൊക്കെ പറഞ്ഞാണല്ലോ കെട്ടിച്ചു വിടുന്നത്. കെട്ടിച്ചു വിട്ട് 5-6 മാസം കഴിഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരന്റെ അപ്പനും അമ്മയും വന്നിട്ട് പറഞ്ഞു, എന്റെ അച്ഛ യാതൊരു നിവൃത്തിയില്ല, അച്ഛനല്ലേ കെട്ടിച്ചു കൊടുത്ത്. അതുവരെ അപ്പച്ച അമ്മച്ചിന്ന് മുഴുവൻ വിളിക്കാതെ കൂടെ നടന്ന ചെറുക്കൻ കല്യാണം കഴിച്ചു കൊടുത്ത പിന്നെ ഇതുവരെ അപ്പനോട് അമ്മയോടും മിണ്ടിയിട്ടില്ല, ഞങ്ങളൊപ്പം ഒരു ആഹാരം കഴിക്കില്ല, ഞങ്ങളോട് അക്ഷരം പോലും സംസാരിക്കില്ല, ഞങ്ങളുമായിട്ട് അവന് ബന്ധമില്ല. ഇതെന്താണെന്ന് ചോദിക്കണം. സീരിയസ് പ്രോബ്ലം അല്ലേ? അവനെ ഞാൻ വിളിച്ചു വരുത്തി, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവൻ വന്നു. എന്തായി കേൾക്കണത്? അപ്പനെ അമ്മേനെ ഉപേക്ഷിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞു, അച്ഛാ തോന്നുമ്പോ തോന്നിയ വർത്താനം പറയരുത്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. കെട്ടിച്ചു വിട്ടപ്പോ അച്ഛൻ എന്നതാ പറഞ്ഞ്, ഇന്നു മുതൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അച്ഛൻ പറയണു അപ്പന്റെ അമ്മയുടെയും കാര്യം നോക്കണമെന്ന്. 2 തരം വർത്താനം അച്ഛൻ പറഞ്ഞാൽ കേൾക്കാൻ എന്നെ കിട്ടില്ല, വേറെ ആളെ നോക്കണമെന്ന് പറഞ്ഞു. എന്റെ പ്രിയരെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണോ പറഞ്ഞതിന്റെ അർത്ഥം? ഇവിടെ പലർക്കും ഇങ്ങനെ മനസ്സിലാവുള്ളൂ. അവരവരുടെ മനസാക്ഷിക്ക് അനുസരിച്ചാണല്ലോ കാര്യം മനസ്സിലാവുക. ഇരിക്കട്ടെ, ബലഹീനത മുതലെടുക്കുന്നത് തന്ത്രശാലിയായ സാത്താൻ ഇവിടെ ഹവ്വയെ തോൽപ്പിച്ചു, ദൈവത്തെ പോലെ ആക്കാമെന്ന് പറഞ്ഞു. ആദമിനെ തോൽപ്പിച്ചു, ഹവ്വയെ സ്വന്തമാക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ഓരോരുത്തർക്കും ഓരോരോ ബലഹീനതകളുണ്ട്. ഈ ബലഹീനതയിൽ അത്രേ സാത്താൻ കടന്നു പിടിക്കുന്നത്. അപ്പന്റെ ബലഹീനത സാത്താൻ അറിയാം, അമ്മയുടെ ബലഹീനത സാത്താൻ അറിയാം, മക്കളുടെ ബലഹീനത സാത്താൻ അറിയാം, കൗമാരപ്രായക്കാരുടെ ബലഹീനത സാത്താൻ അറിയാം, ഈ യൗവനക്കാരുടെ ബലഹീനത സാത്താൻ അറിയാം, പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുടെ ബലഹീനത സാത്താൻ അറിയാം, ദ്രവ്യാഗ്രഹിയുടെ ബലഹീനത അത് സാത്താൻ അറിയാം, അധികാരമോഹിയുടെ ബലഹീനത അത് സാത്താൻ അറിയാം. ഈ ബലഹീനതയിലാണ് സാത്താൻ അനേകരെ കഴിഞ്ഞ നാളിൽ പിടിച്ചു കെട്ടിയത്. ഇപ്പോഴും അവൻ അത് നിർബാധം തുടരുകയാണ്. പാവം ജനം അത് തിരിച്ചറിഞ്ഞിട്ടില്ല. അതിലേക്ക് അച്ഛൻ നിങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. ജാഗ്രതേ, നമുക്കൊരു ശത്രു ഉണ്ട്. പ്രിയരെ, നിങ്ങൾ കേട്ടെ, സാക്ഷാൽ ദൈവം തമ്പുരാൻ സാക്ഷാൽ മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോ യാതൊരു മയവും കൂടാതെ അവനെ നേരിട്ട് ചെന്ന് പരീക്ഷിക്കാൻ ചങ്കുറപ്പ് കാണിച്ച ഈ ദുഷ്ടൻ നമ്മൾ വെറുതെ വിടുക? ഈ പാപം മനുഷ്യരെ ഒന്ന് ചിന്തിച്ചേ. യേശുക്രിസ്തു ബെത്ലഹേമിൽ പിറന്ന വാർത്തയറിഞ്ഞ് 3 വിദ്വാൻമാർ കിഴക്ക് നിന്ന് ജന്മനക്ഷത്രം നോക്കി പുറപ്പെട്ട് യഹൂദന്മാരുടെ രാജാവാണ് ജനിച്ചതെന്ന് തിരിച്ചറിഞ്ഞ് രാജകൊട്ടാരത്തിൽ ചെന്ന് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, ഈ ചോദ്യം കേട്ടപാടെ യെരൂശലേം മുഴുവനും ഭ്രമിച്ചിളകി, ഹെരോദാവും ഭ്രമിച്ചിളകി എന്ന്. എന്താണ് അവിടെ ഇളക്കമുണ്ടാവാൻ കാരണം? ഈ ചോദ്യം പുറപ്പെട്ട നിമിഷം സാത്താൻ ചാടി ഹെരോദാവിന്റെ ചങ്കിനകത്തോട്ട് കയറി. എന്നിട്ട് പറഞ്ഞു, എടാ ഹെരോദാവേ, നിന്റെ കാര്യം പോക്ക, നിന്റെ കാര്യം പോക്ക, നിന്റെ കാര്യം പോക്ക. നീ രാജാവായി ജനിച്ചവനല്ല, ജനിച്ച ശേഷം രാജാവാക്കപ്പെട്ടവനാണ്. ഇപ്പോഴിതാ യഹൂദന്മാരുടെ രാജാവായി ഒരുത്തൻ ജനിച്ചിരിക്കുന്നു. നിന്റെ കാര്യം പോക്ക, നിന്റെ സിംഹാസനം പോക്ക, നിന്റെ മക്കൾക്ക് ഇനി അധികാരം കിട്ടില്ല. എടാ, യവനെ വാഴിക്കരുത്, യവനെ വളരാൻ അനുവദിക്കരുത്. മുളയിലെ നുള്ളിയപ്പിന്റെ കൂമ്പ് വരത്തില്ലടാ, കൊച്ചായിരിക്കുമ്പോഴേ തട്ടിക്കളയണ, ഇനി യവനെ വച്ചേക്കരുതടാ. ഈ ചിന്ത ഹെരോദാവിന്റെ ഉള്ളിൽ കൊടുത്തത് ആരാ? ആർക്കെതിരെയാണ് അവന്റെ പോരാട്ടം? യേശുക്രിസ്തുവിനെതിരെയാണ്. എന്താ സാത്താൻ യേശുവിനെ കൊല്ലാൻ ശ്രമിക്കാൻ കാരണം? അറിയില്ല. യേശുക്രിസ്തു എന്തിനാ ഭൂമിയിൽ വന്നത്? യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം തിരുവചനം,
അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എന്ത്? പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഏദൻ തോട്ടം മുതൽ സാത്താൻ നുകം വെച്ച് ഭരിക്കുന്ന മാനവകുലത്തിന്റെ മേൽ നിന്ന് അടിമനുകം ഒടിച്ച് അമിക്കയർ അറുത്ത് അവരെ വിടുവിച്ച് നഷ്ടപ്പെട്ട പറുദീസായുടെ പരമാനന്ദത്തിൽ ഇരുത്തുവാനാണ് മശിഹ എഴുന്നള്ളി വന്നിരിക്കുന്നത്. അവരിത് നിർവഹിക്കുന്നത് തന്റെ കാൽവരിയിലെ യാഗത്താൽ തന്നെ. അപ്പോൾ കാൽവരിയിൽ ഒരു യാഗം നടന്നു പോയാൽ ആർക്കാ നഷ്ടം? സാത്താന നഷ്ടം. തീർത്താൽ തീരാത്ത നഷ്ടം. എന്ത് വില കൊടുത്തും കാൽവരിയിലെ യാഗം മുടക്കണം. അതിന് സാത്താൻ കണ്ടെത്തിയ ഒന്നാമത്തെ മാർഗം ഇതാണ്: കുഞ്ഞായിരിക്കുമ്പോഴേ മുള നുള്ളിക്കളയുക, യേശുവിനെ ചെറുപ്പത്തിലേക്ക് കൊന്നുകളയുക. അതിന് ഹെരോദാ രാജാവിനെ സാത്താൻ ഉപയോഗിച്ചു. വിദ്വാൻമാരോട് ഹെരോദാ രാജാവ് പറഞ്ഞു, നിങ്ങൾ ബെത്ലഹേമോളം ചെന്ന് ഈ ശിശുവിനെ കണ്ട് വണങ്ങിയ ശേഷം ഇതുവഴി തന്നെ മടങ്ങി വന്ന് എന്നോട് പറയണം, എനിക്കും ചെന്ന് ഒന്ന് നമസ്കരിക്കാനാ ആയിരുന്നു. അല്ലല്ല, എവിടെയാന്നറിഞ്ഞ തക്കത്തിൽ ചെന്ന് തലവെട്ടി മാറ്റാനായിരുന്നു ഇവന്റെ കുതന്ത്രം. ഇത് ദൈവത്തിന് മനസ്സിലായി. ദൈവം തമ്പുരാൻ മാലാഖ മുഖാന്തരം വിദ്വാൻമാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, വന്ന വഴിയെ തിരിച്ചു പോകരുതെന്ന്. ഇന്ന് രാത്രി അച്ഛന് നിങ്ങളോടും പറയാനുള്ളത് ഈ ഒറ്റ വാക്ക: വന്ന വഴിയെ ഒറ്റൊരാളും തിരിച്ചു പോയിക്കൂടാ. എൻ്റെ അച്ഛ ചതിക്കല്ലേ, ഞങ്ങളുടെ വീട്ടിലേക്ക് ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ, വേറെ വഴി വെട്ടാൻ സ്ഥലമില്ല. പിന്നെ വന്ന വഴിയെ പോകരുതെന്ന് അച്ഛൻ പറഞ്ഞ ഞങ്ങൾ എന്താ ചെയ്യുക? എന്തായാലും വേണ്ടില്ല, നിങ്ങൾ പറന്നിട്ട് പോയാലും കുഴപ്പമില്ല, ഇനി ഭൂമിക്കടിയിൽ തുറങ്കം കുത്തിയിട്ട് പോയാലും കുഴപ്പമില്ല, വന്ന വഴിയെ പോകരുത്. അത് കൽപ്പനയാണ്. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആളുകളുടെ നോട്ടം കണ്ടിട്ട് വലിയ പ്രയാസം തോന്നുന്നുണ്ട്. വന്ന വഴിയെ പോകരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വന്നത് പാപത്തിൻ്റെ വഴിയിലൂടെയാണെങ്കിൽ തിരിച്ചു പോകുന്നത് ആ വഴിക്കൂടെ ആവരുത്. ആ വഴിക്കൂടെ തന്നെ തിരിച്ചു പോയാൽ ഇവിടെ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടിയ നിങ്ങൾക്ക് സ്വന്തമായ നിങ്ങളുടെ കർത്താവ് കൊല്ലപ്പെട്ടു പോകും പ്രിയരെ. അത് സംഭവിക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് വന്ന വഴിയെ മടങ്ങരുതെന്ന്. വിദ്വാൻമാരെ വഴിമാറ്റി വിട്ടു ദൈവദൂതൻ. ഹെരോദാവിന് മനസ്സിലായി താൻ ചതിക്കപ്പെട്ടെന്ന്. അപ്പോൾ സാത്താൻ വേറൊരു ഉപായം പറഞ്ഞു കൊടുത്തു. ബെത്ലഹേമിലും പരിസരത്തുമുള്ള